എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. എൻ്റെ പേര് വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്. എൻ്റെ ഒരു ഫോളോവർ എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടിട്ടാണ് ചിക്കൻ്റെ ലെഗ് പീസ് അവോയ്ഡ് ചെയ്യാനും എന്തുകൊണ്ടിട്ടാണ് അതിൻ്റെ ബ്രസ്റ്റ് പീസ് അല്ലെങ്കിൽ ലീൻ മീറ്റ് യൂസ് ചെയ്യാൻ പറയണേ. ശരിയായൊരു ചോദ്യമല്ലേ? ഇത്രയും ടേസ്റ്റുള്ളൊരു സാധനം കുറച്ച് കഴിച്ചാൽ മതി എന്നും അവോയ്ഡ് ചെയ്യാനും പല സമയത്ത് പറയുമ്പോൾ എന്തുകൊണ്ടിട്ടാണ് നമുക്ക് നോക്കണ്ടേ. ചിക്കൻ്റെ ലെഗ് പീസ് ചീത്തയായതുകൊണ്ടിട്ടാണോ? അല്ല, നല്ല ടേസ്റ്റിയാണ് അല്ലേ, നല്ല ജ്യൂസിയാണ്. പിന്നെ എന്തുകൊണ്ടിട്ടാണ് കഴിക്കണ്ടെന്ന് പറയണേ? നോർമൽ കേസിൽ, അതായത് ഒരു ലീൻ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നല്ലൊരു ആക്ടിവിറ്റി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ആക്ടിവിറ്റീസ് ഉള്ള അത്ലറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് കഴിക്കണമെന്നൊന്നും യാതൊരു കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, നോർമലി 80% ആൾക്കാരും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർ, വേണ്ട രീതിയിലുള്ള എക്സസൈസ് ചെയ്യണില്ല, ഓൾറെഡി വെയിറ്റ് ഉണ്ട്, വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ പൊതുവെ ഇതൊന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുമല്ലോ, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടിട്ട് അതിനകത്തൊരു വ്യത്യാസം വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഹെൽത്ത് റെസ്ട്രിക്ഷൻസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ള ആൾക്കാർ, വെയിറ്റ് ഗെയിൻ ചെയ്യണ്ട എന്നുള്ള ആൾക്കാർ ചിക്കൻ്റെ ലെഗ് പീസ് കുറച്ച് കഴിച്ചാൽ മതി. കാരണം ലെഗ് പീസിനകത്ത് കലോറി കൂടുതലുണ്ട്, ഫാറ്റ് കൂടുതലുണ്ട്, പ്രോട്ടീൻ ലീൻ പാർട്ടിനേക്കാളും കുറവാണ്, അതായത് ബ്രസ്റ്റ് പീസിനേക്കാളും കുറവാണ് പ്രോട്ടീൻ. നേരെ മറിച്ച് ചിക്കൻ്റെ ലീൻ മീറ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് പീസ് കഴിച്ചാൽ അതിനകത്ത് വരുന്ന കലോറി കുറവാണ്, ഫാറ്റ് കുറവാണ്, പ്രോട്ടീൻ കൂടുതലാണ് അതിനകത്ത്. അപ്പം നോർമലി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കോ ഡയബറ്റിക് പേഷ്യൻസിനോ വെയിറ്റ് ലൂസിങ് ഉള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും നല്ലത് ലീൻ പാർട്ട് ഓഫ് ദ ചിക്കൻ യൂസ് ചെയ്യലാണ്. ലെഗ് പീസ് ആർക്കൊക്കെ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഭയങ്കരമായിട്ട് ആക്ടിവിറ്റി ഉള്ള ആൾക്കാർ, അതേപോലെ അത്ലറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാം. ഇതൊന്നും കേടുള്ള, ഇതൊന്നും ചീത്തയായിട്ടുള്ള ഭാഗങ്ങളല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ദോഷമുള്ളതല്ല. നമ്മുടെ ശരീരപ്രകൃതം അനുസരിച്ച് നമ്മളത് ഏത് വേണമെന്നുള്ളത് തീരുമാനിക്കണം. കൂടാണ്ട് ലെഗ് പീസ് എപ്പോഴും നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് ഓയിലും ഒക്കെ കൂടുന്നു. അപ്പോൾ അവിടെ മോർ ഫാറ്റ് ആൻഡ് മോർ കലോറി അവിടെ കൂടണം. അതുകൊണ്ടിട്ടാണ് എപ്പോഴും നമ്മൾ ലീൻ പാർട്ട് ഓഫ് ദ ചിക്കൻ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. എന്തുകൊണ്ടിട്ടാണ് നമ്മളൊരു ഫാസ്റ്റിംഗ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉപവാസം കഴിഞ്ഞാൽ വെള്ളവും ഒരു ഈന്തപ്പഴം അല്ലെങ്കിൽ ഒരു പപ്പായ പോലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യണത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും നമ്മൾ പറഞ്ഞാൽ ബ്രേക്ക് യുവർ ഫാസ്റ്റ് ജെൻറ്റ്ലി, നോട്ട് വയലൻ്റ്ലി. എന്നുവെച്ചാൽ നമ്മളൊരു കുഞ്ഞ് കിടന്ന് ഉറങ്ങാൻ വിചാരിക്കുക. ആ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് ഉണർത്തുക? ഭയങ്കരമായിട്ടൊരു ഡ്രംസ് ഒക്കെ കൊട്ടി അല്ലെങ്കിൽ ചെണ്ടയൊക്കെ കൊട്ടിയാണ് നമ്മളൊരു കുഞ്ഞിനെ ഉണർത്തുക? അല്ല. അങ്ങനെ ഉണർത്തിയാളുടെ അവസ്ഥ എന്തായിരിക്കും? അവൻ ഞെട്ടി എണീക്കും, ഭയങ്കര ഷോക്ക്ഡ് ആവും, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും, അതേപോലെ കിടന്ന് കരയാനും തുടങ്ങും അല്ലേ. നേരെ മറിച്ച് ഒരമ്മ ചെന്നിട്ട് പതുക്കെ ആ കുട്ടിയെ തലോടി, പതുക്കെ അതിൻ്റെ പേര് വിളിച്ച്, ഒരു ചിരിയോടുകൂടെ, ഒരു പുഞ്ചിരിയോടുകൂടെ പതുക്കെ തലയോടി ആ കുട്ടിയെ ഉണർത്തിയാൽ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അതാലോചിച്ചാൽ മതി. അതായത് നമ്മൾ കുറേ നേരത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് കുറേ നേരം നമ്മുടെ ശരീരം ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അത്രയൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡ്, ഭയങ്കര മധുരം അല്ലെങ്കിൽ ഭയങ്കര ഷുഗറി ആയിട്ടുള്ള ഡെസേർട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കുറേ നേരമായിട്ട് റെസ്റ്റിലായിരുന്നു, ഒരു ഉറക്കമായിരുന്നു ആ കുഞ്ഞിൻ്റെ പോലെ അല്ലേ. അവിടെ സ്റ്റമക് ആസിഡ് ലോ ആണ്, എൻസൈംസ് ലോ ആണ്, അതേപോലെ ബ്ലഡ് ഷുഗറും ലോ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരു ചെണ്ട കൊട്ടണ പോലെയോ ഡ്രംസ് കൊട്ടണ പോലെ ഹെവി ഫുഡ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ സ്റ്റമക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ കുട്ടി ഞെട്ടിയ പോലെ തന്നെ നമ്മുടെ ആമാശയം ഒരു ഞെട്ടലായിരിക്കും. അസിഡിറ്റി കയറും, ബ്ലോട്ടിംഗ് ആവും, പെട്ടെന്നുള്ള ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. പക്ഷേ ഒരു ജെൻറ്റിൽ ടച്ച്, അതായത് ആ കുഞ്ഞിനെ വളരെ ശാന്തമായിട്ട് ഒരു അമ്മ എണീപ്പിക്കുന്ന പോലെ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം കുടിച്ച് ഒരു 1-2 ഡേറ്റ്സ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു പപ്പായ പോലത്തെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക. ഇത് റംസാൻ്റെ ഉപവാസം മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ശിവരാത്രിക്ക് എടുക്കുന്ന ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഏതൊരു ഫാസ്റ്റിംഗ് ആരെടുത്താലും അത് ബ്രേക്ക് ചെയ്യണത് എപ്പോഴും വളരെ ലൈറ്റായിട്ടുള്ള ഫുഡിൽ കൂടെ വേണം നമ്മളത് ബ്രേക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മളൊരു കുഞ്ഞിനെ പതുക്കെ ഉണർത്തണ പോലെ സ്റ്റമക്കിന് ഒരു ജെൻറ്റിൽ ടച്ചാണ് കൊടുക്കണം. ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ പതുക്കെ റേസ് ചെയ്ത് വരും. ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാവുന്ന ഭക്ഷണമാണ് അപ്പോൾ ചെന്നേക്കണത്. സ്മോൾ പോർഷൻ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസിനെ പതുക്കെ ഉണർത്തുന്നു. ബോഡി പെട്ടെന്ന് ആ ഒരു മോഡ് മാറിയിട്ട് ഫ്രം ഫാസ്റ്റിംഗ് മോഡ് ടു ഫീഡിങ് മോഡിലേക്ക് പതുക്കെ അങ്ങോട്ട് കിടക്കും. എന്നിട്ട് നമ്മുടെ ബ്രെയിനിനെ വേക്കപ്പ് ചെയ്യാണ്. എന്താ, ഫുഡ് കഴിക്കാൻ നേരമായി, ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ദ ഫീസ്റ്റ്. നമ്മൾ അടുത്ത ഫുഡിന് വേണ്ടി റെഡി ആവാൻ നമ്മൾ, അല്ലെങ്കിൽ ബ്രെയിനിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. നോ ഷോക്ക്, നോ സ്ട്രെസ്. ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യാൻ പറയണ ശരീരത്തിന് ഹെൽത്തി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടിട്ട് വെള്ളം ആദ്യം കഴിക്കണം? ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും കുറേ നേരത്തെ ഫാസ്റ്റിംഗ് കാരണം. അപ്പോൾ ഒരു 2-3 സിപ്പ് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സെൽസിനെ നമ്മൾ റീഹൈഡ്രേറ്റ് ചെയ്യാണ്, ഡൈജഷനെ പതുക്കെ ആക്ടിവേറ്റ് ചെയ്യണം, സ്റ്റമക്കിനെ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പപ്പായോ ചെല്ലുമ്പോൾ നാച്ചുറൽ ഗ്ലൂക്കോസ് ചെല്ലണം, ബ്രെയിനിനെ ക്വിക്കായിട്ട് ഒരു എനർജി കിട്ടാനുള്ള സിറ്റുവേഷനിലേക്ക് എത്തിച്ചു. ബ്ലഡ് ഷുഗർ പതുക്കെ റൈസ് ചെയ്യണം. ഫാസ്റ്റിംഗ് മോഡിൽ നിന്ന് ഫീഡിംഗ് മോഡിലേക്ക് ബോഡി മാറി.
ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു മീൽ നമ്മൾ ചെയ്യുന്നു. അതിൻ്റെ ഓർഡറൊക്കെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറിയ ചെറിയ ടിപ്സുകൾ ഫോർ മോർ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ജസ്റ്റ് ഫോളോ ദിസ് ചാനൽ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ജസ്റ്റ് ഗിവ് എ തംസ് അപ്പ് ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഇൻഫോർമേറ്റീവ് ജസ്റ്റ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.